തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രധാന ചർച്ചാ വിഷയമാകുന്നത് റബ്ബർ വിലയിടിവാണ്. വില തകർച്ചയും കാലാവസ്ഥാ വ്യതിയാനവും കർഷകർക്ക് കനത്ത തിരിച്ചടിയാണ്. ഭൂരിഭാഗം ചെറുകിട കൃഷിക്കാരും കച്ചവടക്കാരും പിൻവാങ്ങി. LDF പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്ത 250 രൂപ വില നടപ്പാകാത്തതും രാഷ്ട്രീയ ചർച്ചകൾ ചൂടുപിടിപ്പിക്കുന്നു. കോട്ടയത്ത് ഇങ്ങനെ റബ്ബർ ടാപ്പിംഗ് നടന്നിട്ട് മാസങ്ങളായി. നിർത്താതെ പെയ്യുന്ന മഴയും വിലയിടിവുമാണ് റബ്ബർ മേഖലയുടെ നട്ടെല്ല് തകർത്തത്. വൻകിട ടയർ കമ്പനികൾ വിപണിയിൽ ഇടപെടുന്നതും തകർച്ചയുടെ ആഴം കൂട്ടി. റബ്ബർ ബോർഡ് നിശ്ചയിക്കുന്ന വിലയേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് മാത്രമാണ് കമ്പനികൾ ചരക്കെടുക്കുന്നത്. 179 രൂപയായിരുന്നു കഴിഞ്ഞ ദിവസത്തെ വിപണി വില. നിലനിൽപ്പെന്ന് പറയുന്നത് ഒട്ടും തന്നെ മുന്നോട്ടുണ്ടെന്ന് തോന്നുന്നില്ല. ഒന്നാമതായിട്ടുള്ള മീൻ പ്രശ്നം നേരത്തെ ഉണ്ടായിരുന്നതിൻ്റെ 4 പോലും റബ്ബർ ഷീറ്റ് ഇപ്പോൾ കിട്ടാനില്ല. ആരും വെട്ടിക്കുന്നില്ല. ഷീറ്റ് ഇനി കിട്ടിയാൽ തന്നെ അതിൻ്റെ അടുത്ത വശം എന്നാന്ന് ചോദിച്ചാൽ കമ്പനിയെ സംബന്ധിച്ച് റബ്ബർ ബോർഡ് പത്രത്തിൽ കൊടുക്കുന്ന വിലയ്ക്ക് പോലും കമ്പനി റബ്ബർ എടുക്കാൻ തയ്യാറാകുന്നില്ല. അങ്ങനെ ആ ഷീറ്റ് സംഭരിച്ച് കൊടുക്കാനുള്ള ഒരു മാർഗവും ഈ മേഖലയിൽ പിടിച്ച് നിൽക്കാൻ പറ്റുകയില്ല. ഈ മഴ ഇതുവരെ മാറിയിട്ടില്ല. 3-4 മാസമായിട്ട് തുടർച്ചയായിട്ട് മഴയാണ്. കഴിഞ്ഞ മെയ് മുതൽ ഇങ്ങോട്ട് മഴ പെയ്യുകയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു തരത്തിലും റബ്ബർ വെട്ടിയെടുക്കാൻ മേലാത്ത സ്ഥിതിയാണ്. വളരെ വൈഷമ്യമേറിയ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഗവൺമെൻറ് തലത്തിൽ നിന്ന് ഞങ്ങൾക്ക് യാതൊരുവിധ ബെനിഫിറ്റുകളും ഇല്ല. കർഷക പാർട്ടി എന്ന് അവകാശപ്പെടുന്ന കേരള കോൺഗ്രസ് എമ്മിനെതിരെ റബ്ബർ വിഷയം പ്രതിപക്ഷ കർഷക സംഘടനകൾ ആയുധമാക്കുകയാണ്. ഇവിടെ കർഷകരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ എന്ന പേരിൽ രൂപം കൊണ്ട് കേരള കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടി നൽകിയ വാഗ്ദാനം പാലിക്കാത്ത സർക്കാരിനെതിരെ ഒരു സമ്മർദ്ദ ശക്തിയായി മാറുവാൻ കേരള കോൺഗ്രസ് എമ്മിന് സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ മധ്യ കേരളത്തിലെ അവരുടെ രാഷ്ട്രീയ പ്രസക്തി ഇല്ലാതായി പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതേസമയം ഏറ്റവും ഒടുവിൽ 200 രൂപ താങ്ങുവില പ്രഖ്യാപിച്ച് കർഷകരെ ചേർത്ത് പിടിക്കാൻ ശ്രമിച്ചത് സംസ്ഥാന സർക്കാരെന്ന് LDF അവകാശപ്പെടുന്നു. കേന്ദ്രത്തിനാണ് വില നിർണ്ണയ അധികാരമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് LDF പ്രതിരോധം. എന്നാൽ സംസ്ഥാന സർക്കാരിന്റെ വീഴ്ചയാണ് റബ്ബർ മേഖലയിലെ പ്രതിസന്ധിക്ക് കാരണമെന്നാണ് BJP നിലപാട്. കോട്ടയത്ത് എക്കാലവും തെരഞ്ഞെടുപ്പുകളിൽ റബ്ബർ പോലെ വലിയുന്ന വിഷയമാണ് റബ്ബർ മേഖലയിലെ പ്രതിസന്ധി. ഇക്കുറിയും റബ്ബർ വിലയിടിവ് തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുമെന്ന് ഉറപ്പാണ്. ടിബിൻ ഡൊമിനിക്കിനോടൊപ്പം ജോസി ബാബു, മീഡിയ 1 കോട്ടയം.